UPA ചെയർപേഴ്സൺ സോണിയക്കെതിരെ വ്യാജരേഖ പരാതി. വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സോണിയ വ്യാജരേഖകൾ ചമച്ചെന്നാണ് പരാതി. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് പരാതി ഫയൽ ചെയ്തത്. 1983 ഏപ്രിലിൽ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പേ തന്നെ സോണിയ വോട്ട് ചെയ്തതായി പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണി കോൺഗ്രസ് സോണിയ എങ്ങനെ പ്രതിരോധത്തിലാകുന്നു? എത്രത്തോളം വലിയ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്? ശ്യാമ, ഇതിൽ പ്രധാനമായും ഈ പരാതിക്കാരൻ ഇതിൽ ഉന്നയിക്കുന്നത് സോണിയ വ്യാജരേഖ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് എന്നുള്ളതാണ്. അതായത് സോണിയയ്ക്ക് 1983 ഏപ്രിൽ 30 ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഇന്ത്യൻ പൗരത്വ ചട്ടം 5 പ്രകാരം പൗരത്വം ലഭിക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ സോണിയ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 1981, 82 കാലഘട്ടത്തിൽ ന്യൂഡൽഹി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ആ സമയത്ത് സോണിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സോണിയ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിക്കാരൻ റോസ് അവന്യൂ കോടതിയിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 1981, 82 കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടുവാൻ വേണ്ടി സോണിയ വ്യാജരേഖയാകാം ചമച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് റോസ് അവന്യൂ കോടതിക്ക് മുന്നിൽ വെച്ചത്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിൽ നിരവധി പരാതികൾ നൽകിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നില്ല. അതുകൊണ്ടാണ് റോസ് അവന്യൂ കോടതിയെ സമീപിച്ചത് എന്നുള്ളതാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വാസ്തവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുള്ളതാണ് ഈ റോസ് അവന്യൂ കോടതി ബോംബ്, ഹൈഡ്രജൻ ബോംബ്, അങ്ങനെ ഒരുപാട് ബോംബുകൾ ഇപ്പൊ വന്ന് എല്ലാം സ്വന്തം മടയിൽ തന്നെ പൊട്ടി തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് UPA നീങ്ങുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നീങ്ങുന്നു എന്ന് വേണം കരുതേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ വോട്ട് ചോർ എന്നുള്ള വലിയ ആരോപണം ഈ കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് വോട്ട് കള്ളന്മാർ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇതിനോടകം തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾക്ക് പല ബൂത്തുകളിലും ഇരട്ട വോട്ടുകളുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അതിനുപരി ഇപ്പോൾ UPA ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയ തന്നെ വ്യാജരേഖ ചമച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ പരാതിയിൽ തുടർവാദങ്ങൾക്കായി കോടതി ഇപ്പോൾ സെപ്റ്റംബർ 10 മാറ്റിയിരിക്കുകയാണ്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.